ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ് കേട്ടോ. പൊതുവേ നമുക്ക് നമ്മുടെ കസിൻസും റിലേറ്റീവ്സൊക്കെ വീട്ടിൽ വരുന്നതും വീട്ടിൽ താമസിക്കുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമല്ലേ. അതും നമ്മളെന്തെങ്കിലും ഫങ്ഷൻസോ അല്ലെങ്കിൽ സ്പെഷ്യൽ ഡേയ്സൊക്കെ ഉണ്ടാകുമ്പോഴാണ് കൂടുതലും അവർ വരാറുള്ളത്. അപ്പോൾ ഇന്ന് നമ്മുടെ പള്ളിയിൽ പെരുന്നാളാണ്. അപ്പോൾ നമ്മൾ എല്ലാ വർഷവും നമ്മുടെ റിലേറ്റീവ്സിനെയും കസിൻസിനെയൊക്കെ നമ്മൾ പെരുന്നാളിനൊക്കെ ഇങ്ങനെ വിളിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ പപ്പയുടെ അനിയനും ഫാമിലിയും ഓൾറെഡി ബാംഗ്ലൂരിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ തന്നെ ഞാൻ ലേറ്റായിട്ടാണ് എണീറ്റത്. അപ്പോൾ ആൻറ്റി തൂക്കുകയും അമ്മ ബ്രേക്ക്ഫാസ്റ്റിനുള്ള സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ നമുക്ക് പൊറോട്ടയും ബീഫ് കറിയായിരുന്നു ഉണ്ടായിരുന്നത്. ഈ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്ന് ഒതുക്കി കഴിഞ്ഞിട്ട് വേണം ഉച്ചക്കത്തെ ഗ്രാൻഡായിട്ടുള്ള ഫുഡ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ രാവിലെ തന്നെ എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കഴിഞ്ഞു. അപ്പോൾ ഇനി ലഞ്ചിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസിനായിട്ട് ഒരുങ്ങുവാണ്. ഞാനപ്പോൾ അമ്മയോട് ഹായ് തരാൻ പറയാം കേട്ടോ. ആദ്യമൊക്കെ അമ്മ ക്യാമറ ഓൺ ആക്കുമ്പോഴത്തേക്കും മാറ്റാൻ പറയുക അല്ലെങ്കിൽ മാറി നിൽക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. ഇപ്പോൾ ഓക്കെയാണ്. അപ്പോൾ ഓരോരുത്തരായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് അമ്മയുടെ ചേട്ടനും മോനും കൂടെ വന്നതാണ് കേട്ടോ. അത് കഴിഞ്ഞപ്പോഴത്തേക്കും അമ്മയുടെ അനിയൻ്റെ മക്കളെ കൊണ്ട് വിട്ടിട്ടുണ്ട്. അവർ പതിയെ വരാമെന്നും പറഞ്ഞ് പോയി. എനിക്ക് കൂടുമ്പോൾ പിള്ളേർക്കൊക്കെ ഭയങ്കര ഹാപ്പി ആയിരിക്കും. ഞാനപ്പം നമ്മുടെ പണ്ടത്തെ സമയമൊക്കെ ഓർക്കുമായിരുന്നു. നമ്മൾ കുഞ്ഞായിരുന്നപ്പോഴത്തേക്കും നമുക്കിങ്ങനെ കസിൻസ് എല്ലാവരും കൂടെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര രസമായിരുന്നു. ഇപ്പോഴും രസമാണ്, പക്ഷേ എല്ലാവരും വലുതായതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള കുറച്ച് ഡീസൻസിയൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ എല്ലാവരും കളിച്ച് കുഴഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ കഴിക്കുകയാണ്. കുറച്ച് ആപ്പിള്, ഓറഞ്ച്, പിന്നെ പൈനാപ്പിളൊക്കെ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരുടെയും വിശപ്പ് തൽക്കാലത്തേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് അതൊക്കെ കൊടുത്തോണ്ടിരിക്കുകയാണ്. അമ്മ അപ്പോൾ എന്നോട് ഉച്ചക്കത്തേക്കുള്ള ചിക്കൻ ഒന്ന് വറുത്തെടുക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാനത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബാക്കി എല്ലാവരും ഓരോ പണിയിലാണ് കേട്ടോ. ഒരു സങ്കടം എന്ന് പറഞ്ഞാൽ എൻ്റെ അനിയന്മാർ രണ്ടുപേർക്കും ലീവ് കിട്ടിയിട്ടില്ല. അവർക്ക് പെരുന്നാളിന് വരാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അവരെ ഒന്ന് മിസ് ചെയ്യുന്നുണ്ട്. അത് മാത്രമാണ് സങ്കടം. അത് കഴിഞ്ഞപ്പോഴത്തേക്കും അമ്മയുടെ ചേച്ചി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം വണ്ടി എവിടെ വെക്കണമെന്നൊക്കെ ചോദിക്കുവാണ്. അങ്ങനെ ആൻറ്റി വന്നപ്പം ആൻറ്റിയും അമ്മയും കൂടെ ചിക്കൻ കറി വെച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം ഞാൻ ചോദിക്കുമായിരുന്നു എന്താ ലേറ്റായതെന്ന് വരാൻ. സാധാരണ ആൻറ്റി നേരത്തെ വരുന്നതാണ്. അപ്പോൾ ആൻറ്റി പറയുന്നത് ഇവിടെ എല്ലാവരും ഉണ്ടായിരുന്നല്ലോ, അതുകൊണ്ടാണ് ഞാൻ ലേറ്റായതെന്ന് പറഞ്ഞ് ഭയങ്കര തമാശയൊക്കെ പറഞ്ഞ് ഞങ്ങളിങ്ങനെ ചിരിച്ച് കളിച്ച് നിൽക്കുവാണ്. അപ്പോൾ എല്ലാ കറികളും സെറ്റായപ്പോൾ ലാസ്റ്റ് സാലഡിന് വേണ്ടിയിട്ടുള്ള കുക്കുംബറും ക്യാരറ്റും കൂടെ ഞാൻ അരിഞ്ഞെടുക്കുവാണ്. അത് കഴിയുമ്പോൾ നമുക്ക് ഫുഡൊക്കെ കഴിച്ചിട്ട് പെട്ടെന്ന് തന്നെ പള്ളിയിൽ പോകാനുള്ളതാണ് കേട്ടോ. അമ്മയുടെ അച്ഛനാണ് കേട്ടോ. അപ്പച്ചൻ കുറച്ച് ലേറ്റായിട്ടാണ് വന്നത്. അപ്പോൾ നമ്മുടെ ഫുഡെല്ലാം സെറ്റായിട്ടുണ്ട്. നമുക്കുള്ളത് പച്ചടി ഉണ്ടായിരുന്നു, സലാഡ്, പിന്നെ ചിക്കൻ കറി ഉണ്ടായിരുന്നു, പിന്നെന്തുവാ ബീഫ് റോസ്റ്റ് ഉണ്ടായിരുന്നു, ക്യാബേജ് തോരൻ ഉണ്ടായിരുന്നു, മാങ്ങ അച്ചാറുണ്ടായിരുന്നു, പിന്നെ മോര് കറി ഉണ്ടായിരുന്നു, പിന്നെ ചൂരമീൻ കറി ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ലാസ്റ്റ് ഒരു ഫ്രൂട്ട്സ് എന്ന പോലെ നമുക്ക് പൈനാപ്പിൾ ഉണ്ടായിരുന്നു. അപ്പം ഭയങ്കര ഗ്രാൻഡായിട്ടുള്ള ഫുഡിങ് ആയിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും ഓരോ സെഷൻ ബൈ സെഷനായിട്ട് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പള്ളിയിൽ പോകാൻ വേണ്ടി എല്ലാവരും റെഡിയായി നിൽക്കുകയാണ് കേട്ടോ. അമ്മ വരാൻ വെയിറ്റ് ചെയ്യുവാണ്. അപ്പോൾ നമ്മൾ എല്ലാവരും കൂടെ പള്ളിയിൽ കുർബാനയ്ക്ക് വേണ്ടി പോവുകയാണ്. എൻ്റെ പുതിയ ഡ്രസ്സാണ് ഗൈസ്. അമ്മ പിന്നെ നമ്മൾ പള്ളിയിലെ പ്രെയറും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ശേഷം നമുക്കൊരു ചെറിയ റാലി പോലെ ഉണ്ടായിരുന്നു. ഈ പ്രാവശ്യത്തെ പെരുന്നാൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇതുവരെയും ഞങ്ങളുടെ പള്ളിയിൽ കണ്ടതിൽ വെച്ചൊരു ബെസ്റ്റ് പെരുന്നാളായിരുന്നു. കാരണം ഫുൾ സൂപ്പറായിട്ടുള്ള ലൈറ്റിങ്ങും ഡെക്കറേഷൻസും എല്ലാം ഉണ്ടായിരുന്നു ഗൈസ്. അപ്പോൾ നമ്മൾ പ്രദക്ഷിണം നമ്മൾ ബീച്ചിലുമൊക്കെ പോയിട്ടൊക്കെയാണ് വരുന്നത്. റാലി കഴിഞ്ഞ് വന്നപ്പോൾ നമുക്ക് ഒരു ബാൻഡ് ഷോ ഉണ്ടായിരുന്നു കേട്ടോ. ബാൻഡിൻ്റെ പെർഫോമൻസ് ഒക്കെ കഴിഞ്ഞപ്പോൾ നമുക്ക് ചെണ്ടയും വയലിനും കൂടെയുള്ളൊരു ഫ്യൂഷൻ ഉണ്ടായിരുന്നു ഗൈസ്. സൂപ്പറായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ എല്ലാവരും കൂടെ ഡാൻസൊക്കെ കളിച്ചു. നല്ല രസമായിരുന്നു. ലാസ്റ്റ് നമുക്ക് ഐസ്ക്രീം കഴിക്കാതെ എന്ത് പെരുന്നാൾ. അപ്പോൾ നമുക്ക് ഐസ്ക്രീമൊക്കെ കിട്ടി. എനിക്ക് തൊണ്ടവേദനയാണെങ്കിൽ ഞാൻ ഒരെണ്ണം കഴിച്ചു. സാധാരണ 3 കഴിക്കുന്നതാണ്. പിള്ളേർക്കൊക്കെ ഐസ്ക്രീം കിട്ടിയപ്പോൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു. മത്സരിച്ച് കഴിക്കുവാണ് എല്ലാവരും. അമ്മയൊക്കെ സ്റ്റോൾ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ, ഞാൻ പറഞ്ഞില്ലേ. അപ്പം അവിടെ നിന്നാണ് നമ്മൾ ലാസ്റ്റ് പോയി ഐസ്ക്രീമൊക്കെ വാങ്ങിച്ച്
പെരുന്നാളും കൂടെ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ക്ഷീണിച്ച് അവശരായി അവിടെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തേക്ക് അത്രേ ഉള്ളൂ ഗൈസ്. ബൈ.